ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ധനികനാവലാണോ? തന്റെ കുടുംബത്തെ സന്തോഷത്തോടെ വെക്കലാണോ? തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കലാണോ? ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങാൻ കഴിയലാണോ? ഈ പറഞ്ഞതെല്ലാം നമുക്ക് നേടണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കണം. ജീവിതം വിജയകരമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കുവാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഒരു വിജയകരമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ലൊരു ജീവിതം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സമൂഹത്തിന് വേണ്ടി ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയമായി മാറിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെയും ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസും ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇത്രമാത്രമല്ല, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും സമൂഹത്തിനോട് പറയുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ പോലും സാധിക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഓതർ ഗ്രാൻഡ് കാർഡോൺ സക്സസിനെ ഒരു ഉത്തരവാദിത്വം എന്നാണ് പറഞ്ഞത്, അതൊരാഗ്രഹമല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ലോകത്തിൽ ഒരുപാട് പേര് ഇങ്ങനെയാണ്. അവർ വിജയത്തെ ഒരാഗ്രഹം മാത്രമായിട്ടാണ് കാണുന്നത്. അവർ കരുതുന്നത് ആ ഹൈ പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നാണ്. ജീവിത വിജയം എന്നാൽ അതിനർത്ഥം കയ്യിൽ നിറയെ പണം ഉണ്ടാവുക എന്നത് മാത്രമല്ല. വാസ്തവത്തിൽ വിജയം എന്നാൽ അർത്ഥം നിങ്ങൾ ഹൈ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഗോളുകളെല്ലാം സ്വന്തമാക്കുന്നു എന്നതാണ്. മറ്റുള്ളവരോടൊപ്പം നല്ല ഹെൽത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു എന്നതാണ്. നിങ്ങൾ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ രീതിയിലാണ് സക്സസ് സ്വയമേവ ഉണ്ടായി വരുന്നത്, അല്ലാതെ അത് അക്വയർ ചെയ്യുന്നതല്ല. ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാളെ നിങ്ങളുടെ വിജയം എത്രയധികം ഉണ്ടായിരിക്കും എന്നത് തീരുമാനിക്കപ്പെടുന്നത്. ഓതർ ഗ്രാൻഡ് പറയുന്നു, ഇന്നും ലോകത്തിൽ വളരെയധികം ആളുകൾ ഇപ്രകാരമാണ്. ഏതെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ ഗിവ് അപ്പ് ചെയ്യുന്നു. കാരണം കൂടുതൽ പേരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം കിടക്കുകയാണ്, ഞാൻ നേടാമെന്ന് വിചാരിച്ച ഈ ഗോൾ നേടിയെടുക്കുവാൻ ഒരുപാട് സമയമെടുക്കുമെന്ന്. മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്തിനകം എനിക്ക് ആ ഗോൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗോൾ ശരിയല്ല എന്നും കരുതുന്നു. എന്നാൽ ഗ്രാൻഡ് കാർഡോൺ പറയുന്നത് ഒരു ഗോൾ ശരിക്കും അച്ചീവ് ചെയ്യുവാൻ വേണ്ടി 10 മടങ്ങ് സമയമെടുക്കുമെന്നതാണ്. എന്നാൽ ലോകത്തിൽ ആരും ഈ കാര്യം വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല. വലിയൊരു ഗോൾ മനസ്സിൽ ചിന്തിച്ച് അത് സമയത്ത് നടന്നില്ല എങ്കിൽ ആ ഗോൾ ഫെയിലായി എന്ന് കരുതി ചെറിയൊരു ഗോളിലേക്ക് മനസ്സ് മാറ്റുന്നു. ഇതാണ് എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. വാസ്തവത്തിൽ നിങ്ങൾക്കൊരു ഗോൾ നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഗോളിനെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാതെ ആ ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടി 10 മടങ്ങ് സമയം ഉപയോഗിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് ഒരു വർഷത്തിനകം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു ഗോളാണ് ഉള്ളതെന്നിരിക്കട്ടെ. എന്നാൽ 10x മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ 5 ലക്ഷം രൂപ സമ്പാദിക്കുവാൻ 10 വർഷം എടുത്തേക്കാം. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അയ്യോ, ഈ ഗോൾ നേടിയെടുക്കുവാൻ ഇത്രയധികം വർഷം എടുക്കുമോ? ഇത് വളരെ അധികമാണ് എന്ന്. എങ്കിൽ അതിന് മറ്റൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമത്തെ 10 മടങ്ങാക്കിയാലും മതി. നിങ്ങൾ ഒരു വർഷം കൊണ്ട് 5 ലക്ഷം രൂപ സമ്പാദിക്കണമെന്നല്ലേ വിചാരിച്ചിരുന്നത്? ആ 5 ലക്ഷത്തിനെ 50 ലക്ഷമായി പരിഗണിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടാവും. 5 ലക്ഷം രൂപയ്ക്ക് പകരം 50 ലക്ഷം രൂപയോ? ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ നേടിയെടുക്കുക എന്ന് കരുതും, അല്ലേ? എന്നാൽ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനകം നിങ്ങൾ 50 ലക്ഷം സമ്പാദിച്ചില്ലെങ്കിലും തീർച്ചയായും 5 ലക്ഷം സമ്പാദിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് 10x റൂളിന്റെ പവർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 10x റൂൾ യഥാർത്ഥത്തിൽ എന്താണ്, ഏതൊരു കാര്യവും നേടിയെടുക്കുവാൻ വേണ്ടി ഈ റൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതാണ്. ഈ കാര്യം മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 4 തരത്തിലുള്ള റൂളുകൾ പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെ വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യുവാൻ കഴിയും. സബ്ജക്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പും ഞാൻ നിങ്ങളോട് റീ ലെവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നല്ല ജോലി കിട്ടുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ നിങ്ങളുടെ ജീവിതത്തെ നല്ലപോലെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ജോലി, ഇതെല്ലാം എത്ര പ്രധാനപ്പെട്ടതാണല്ലേ? റീ ലെവൽ എന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് കേവലം ഒരു ടെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കമ്പനിയിൽ ജോലി നേടാവുന്നതാണ്. നിങ്ങൾക്കിതിന് ഡിഗ്രിയുടെയോ എക്സ്പീരിയൻസിന്റെയോ ആവശ്യമേ ഇല്ല. റീ ലെവൽ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന കമ്പനിയിൽ തന്നെ ജോലി നേടാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നാണയം പോലും നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടതില്ല എന്നതാണ്. അടുത്തിടെ ന്യൂ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് ടെസ്റ്റ് ലോഞ്ച് ആയിരുന്നു. അതിനുശേഷം റീ ലെവലിൽ 10 ടെസ്റ്റ് കാറ്റഗറീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ടെസ്റ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബിസിനസ് ഡെവലപ്മെന്റ് അനലിറ്റിക്സ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, HR ആൻഡ് ഓപ്പറേഷൻസ്. ഇതിലൂടെ 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ സ്വപ്നം കണ്ട ജോലി നേടാവുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടാകും ദിവസവും ചിലർ സെയിൽസ് മാനേജർ ആകുന്നത്, വെബ് ഡെവലപ്പർ ആകുന്നത്, ഡാറ്റ എഞ്ചിനീയറോ പ്രോഡക്റ്റ് മാനേജറോ റിക്രൂട്ടറോ അക്കൗണ്ട് മാനേജറോ എല്ലാം ആകുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് പൊസിഷൻസ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജോലികൾ നേടാനുള്ള ടെസ്റ്റുകൾ ഇതിലുണ്ട്. വലിയ കമ്പനികളായ ക്രെഡ്, അപ്ഗ്രേഡ്, പേടിഎം, യാത്ര, മീഷു തുടങ്ങിയ 15 കോടി വരെ സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ജോലികൾ ലഭ്യമാണ്. മാത്രമല്ല, ആപ്പിൾ മാക്ബുക്ക്, ഐഫോൺ എന്നിവ ടോപ്പ് കാൻഡിഡേറ്റ്സിന് ഓരോ മാസവും സമ്മാനമായി നൽകുന്നുമുണ്ട്. നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയാൽ
നിങ്ങൾക്ക് റെഫറൻസ് മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, സാമ്പിൾ പേപ്പേഴ്സ് എല്ലാം നൽകും. റിലേയുമായി ബന്ധപ്പെട്ട ജോലിയുള്ള നിരവധി ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ആദ്യമായി കാണുന്നു. അടുത്തിടെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ APM ജോലി ലഭിച്ച മറ്റൊരു കാൻഡിഡേറ്റാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരീക്ഷ നടന്നു, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്കും പോകാം, രജിസ്റ്റർ ചെയ്യാം, ടെസ്റ്റ് കൊടുക്കാം. ജോലി കിട്ടുന്നതും പാരിതോഷികങ്ങൾ ലഭിക്കുന്നതും ഫൈനൽ റിസൾട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള പ്രാക്ടീസ് കിട്ടും. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുടെ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരറിവ് ലഭിക്കും. കൂടാതെ നിങ്ങളുടെ മികച്ച തൊഴിൽ അന്വേഷിക്കുവാനുള്ള ഒരവസരവുമായിരിക്കും ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവഴിക്കേണ്ടതില്ല എന്നതാണ്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. നമുക്ക് അഭിമാനിക്കാം. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നും അശ്വന്ത് SS ഫ്രാഞ്ചൈസ് ബസാറിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഒരു റീലെവൽ അച്ചീവർ ആണ്. അടുത്തത് നിങ്ങളുമാകാം. അടുത്ത ടെസ്റ്റിന് വേണ്ടി ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതായത് വീക്കെൻഡിലുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആണ്. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വീക്കെൻഡിൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യൂ. ഇനി എങ്ങനെ ബുക്ക് ചെയ്യും എന്ന് ആലോചിക്കുകയാണോ? ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. നമ്പർ 1, യുവർ ആക്ഷൻ. ഓഥർ പറയുന്നു, ഏതെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ തന്നെ പൊതുവെ ആളുകൾ 4 തരത്തിലാണ് ആക്ഷൻ എടുക്കുന്നത്. ഈ ആക്ഷൻസ് ആണ് തീരുമാനിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ച ആ ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ഒന്നാമത്തെ ആക്ഷനാണ് നോ ആക്ഷൻ. സാധാരണയായി ദരിദ്രരും മിഡിൽ ക്ലാസ് ആളുകളും ഈ തരത്തിലുള്ള ഡിസിഷനാണ് എടുക്കാറുള്ളത്. അവർ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനോ വിജയം കൈവരിക്കുന്നതിനോ വേണ്ടി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അവർ ഞാനൊരു ദരിദ്രനായതിന് കാരണം ഗവൺമെന്റ് ആണ്, ഫാമിലിയാണ്, എഡ്യൂക്കേഷനാണ്, സൊസൈറ്റിയാണ് എന്നെല്ലാം ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ആക്ഷനാണ് ഡിലൈയിങ് ആക്ഷൻ. ഇത്തരത്തിൽപ്പെട്ട ആളുകൾ തന്റെ ഗോളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഞാൻ ആക്ഷൻ ചെയ്യേണ്ടത് എന്നെല്ലാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നു. ഉദാഹരണം പറയാം, ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട്. അവർക്ക് നന്നായി അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ഗ്രോത്ത് ഉണ്ടാവുമെന്ന്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും അവർ തങ്ങളുടെ ബിസിനസിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഈ ആക്ഷൻ എടുക്കുന്നേയില്ല. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ എല്ലാം നീക്കിവെച്ച് പോകുന്ന അതേ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആക്ഷനാണ് ആവറേജ് ആക്ഷൻ. കുറച്ച് സെൽഫ് അവെയർ ആയിട്ടുള്ളവരാണ് ഈ ആക്ഷൻ എടുക്കുന്നത്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്പം മോട്ടിവേറ്റ് ആവും, അതിനുശേഷം ആക്ഷൻ ചെയ്യുവാൻ ആരംഭിക്കും. എന്നാൽ ഇവരുടെ ആക്ഷൻ ഇവർക്ക് ഒരുപാട് സമയത്തേക്ക് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ കഴിയില്ല. നല്ല ഫോഴ്സിൽ ആരംഭിക്കും, പക്ഷെ എത്രയും വേഗം അവർ പഴയ പോലെ ആയിത്തീരും. നാലാമത്തെ ആക്ഷനാണ് മാസീവ് ആക്ഷൻ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ വിചാരിച്ച ഗോൾ ഞാൻ നേടിയെടുക്കും എന്ന് കരുതുന്നവരാണ് മാസീവ് ആക്ഷനിൽപ്പെട്ട ആളുകൾ. അതായത് അവർ എന്തിലേക്കൊന്ന് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സമയം കളയാൻ നിൽക്കാതെ അവർ പെട്ടെന്ന് തന്നെ അത് അച്ചീവ് ചെയ്യുവാൻ വേണ്ടി ഡാറ്റ കളക്ഷനും റിസർച്ചും തുടങ്ങും. കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകുന്നത് വരയ്ക്കും അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ കൺസിസ്റ്റൻസിയോടുകൂടി ആ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പതുക്കെ അവരുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ 10x റൂൾ അനുസരിച്ച് അവരുടെ ഗോൾ അവർക്ക് നേടിയെടുക്കുവാനും സാധിക്കും. ഓഥർ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ 10x റൂൾ അനുസരിച്ച് നേടിയെടുക്കണമെങ്കിൽ മാസീവ് ആക്ഷൻ തന്നെയാണ് ആവശ്യം. എന്തുകൊണ്ടെന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ആവറേജ് മനുഷ്യനിൽ നിന്നും 10 മടങ്ങ് ഇരട്ടിയാണ് പ്രവൃത്തി ചെയ്യുന്നത്. നമ്പർ 2, യൂസ് യുവർ ഫിയർ. ഓഥർ പറയുന്നത്, ഒരാളെ തന്റെ വിജയത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് തടയുന്ന ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ ഭയമാണ്. ഭയം കാരണത്താലാണ് പലരും എന്തെങ്കിലും ഒരു പുതിയ ആക്ഷൻ ചെയ്യുന്നതിൽ നിന്ന് തന്നെ അകന്നു നിൽക്കുന്നത്. ഓഥർ പറയുന്നത്, ഭയം എപ്പോഴും ഒരു വിശപ്പിന് സമാനമാണ്. ആ വിശപ്പിനെ പരിഹരിക്കുന്ന ഭക്ഷണമാണ് സമയം. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി അതിനുമേലെ എത്രയധികം വർക്ക് ചെയ്യുന്നോ അത്രയധികം അതിനോടുള്ള ഭയം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ പോകെ പോകെ ഒരു സമയമാകുമ്പോൾ ഈ ഭയം ഇത്രയധികം വർദ്ധിക്കും, പിന്നീട് ആ കാര്യം ചെയ്യുവാൻ നമുക്ക് മനസ്സില്ലാത്തൊരവസ്ഥ വരും. ഉദാഹരണം പറയാം, നിങ്ങൾ സൈക്കിൾ ഓടിക്കുവാൻ വേണ്ടി പഠിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഈ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെ ഉള്ളിലും പൊതുവെ ഒരു ഭയം ഉണ്ടാകും. അഥവാ ഈ സൈക്കിളിൽ നിന്നെങ്ങാൻ ഞാൻ വീണാൽ എനിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാവും എന്ന ഭയം. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾ ആദ്യമേ തോൽവി സമ്മതിച്ച് സൈക്കിൾ ഓടിക്കുന്ന പരിപാടിയെ നിർത്തിവെക്കും. എന്നാൽ ഓഥർ പറയുന്നു, ഈ ഭയം എന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഭീകരനൊന്നുമല്ല. വാസ്തവത്തിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു ഭയവും ഇല്ലാതിരിക്കുന്നതും നല്ലതല്ല. കാരണം നമ്മൾ വീണ്ടും വിചാരം കൂടാതെ പലതും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് വലിയ ആപത്തുകൾ വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയം ഉണ്ടാകുന്നതും കുറച്ച് നല്ലത് തന്നെയാണ്. എന്നാൽ ഭയത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തിനോടാണോ ഭയമുള്ളത് അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുകയും എന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. വെറുതെ പേടിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോൾ നേടിയെടുക്കാൻ പോകുന്നേയില്ല. നമ്പർ 3, സ്മോക്കി ക്രിയേച്ചർ. നമ്മൾ എല്ലാവരും ആമയുടെയും മുയലിന്റെയും
മുയലിന്റെയും കഥ കേട്ടിട്ടില്ലേ? മുയൽ തുടക്കത്തിൽ വളരെ സ്പീഡിലായിരുന്നു ഓടിയിരുന്നത്. എന്നാൽ പകുതി വഴിയിൽ ചെന്നിട്ട് മുയൽ വിശ്രമിക്കുവാൻ തുടങ്ങി. എന്നാൽ ആമയാകട്ടെ കൺസിസ്റ്റൻസിയോട് കൂടി പതുക്കെ പതുക്കെ മുന്നേറാൻ തുടങ്ങി. അങ്ങനെ സാവധാനം നടന്ന് അവസാനം വിജയിക്കുകയും ചെയ്തു. ഈ കഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓഥർ പറയുന്നു, അഥവാ ഈ മത്സരത്തിൽ കുറച്ച് സ്പീഡും കൺസിസ്റ്റൻസിയുമുള്ള ഒരു ജീവി പങ്കെടുത്തിരുന്നുവെങ്കിൽ ആ ജീവി ആമയെയും മുയലിനെയും തോൽപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജീവിയുടെ പേര് സ്മോക്കി ക്രീച്ചർ എന്നായിരിക്കും. ഓഥറിന്റെ അഭിപ്രായത്തിൽ നമ്മൾ മുയലിനെ പോലെ ഒരുപാട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു ആമയെ പോലെ പതുക്കെ ഇഴഞ്ഞു നീങ്ങാനും പാടില്ല. മുയലിനെ പോലെ നമ്മൾ നെട്ടോട്ടം ഓടിയാൽ ഇടയിൽ വെച്ച് നമ്മൾ നിർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ആമയെ പോലെ ആയാൽ നമ്മൾ വളരെ പതുക്കെ മാത്രമേ ആക്ഷൻ എടുക്കാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ ലോകം പതുക്കെ പോകുന്നവർക്ക് പറ്റിയ ലോകമേ അല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്മോക്കി ക്രീച്ചർ പോലെയാക്കി മാറ്റണം. കൂടുതൽ സ്ലോവും ആകരുത്, കൂടുതൽ ഫാസ്റ്റും ആകേണ്ട ആവശ്യമില്ല. എന്നാൽ കൺസിസ്റ്റൻസിയോടുകൂടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നമ്പർ 4, ഒബ്സെഷൻ. ഓഥറുടെ അഭിപ്രായത്തിൽ ഒബ്സെഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലും വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നെല്ലാം മേലെ ഉയരേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒബ്സെഷൻ വളരെയധികം ഉപകാരപ്പെടുന്നത്. ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സിന്റെ ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തിന്റെ ക്രിയേഷനായ ഐഫോൺ. മാത്രമല്ല നമുക്ക് ഇതും അറിയാം, ഐഫോൺ ആൻഡ്രോയിഡിനെ പോലും മറികടന്നു കഴിഞ്ഞു. എന്നാൽ ഐഫോണിന് ലോകം മുഴുവൻ കിട്ടിയ ഈ അംഗീകാരവും ഐഫോണിന്റെ വിജയവും സ്റ്റീവ് ജോബ്സിന്റെ ഒബ്സെഷൻ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ഇത് എത്ര പേരെ അറിയുന്നുണ്ട്? ഒബ്സെഷൻ എന്നാൽ അഭിനിവേശം. സ്റ്റീവ് ജോബ്സ് ഈ സമയം അത്രയും തന്റെ ആപ്പിൾ കമ്പനിയോട് അത്രയധികം അഭിനിവേശമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്വയം പ്രോമിസ് ചെയ്ത് ഇറങ്ങി തിരിച്ചതാണ് തന്റെ കമ്പനിയെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനിയാക്കി മാറ്റണമെന്ന്. ഇന്ന് നോക്കൂ, അദ്ദേഹത്തിന്റെ കാലശേഷം പോലും ഈ കമ്പനി ടോപ്പ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള അഭിനിവേശമായിരിക്കും ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളവരിൽ ഉണ്ടായിരിക്കുക. സക്സസ് ആയിട്ടുള്ളവർ തന്റെ ഗോൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി മാത്രമുള്ള ആക്ഷൻ അല്ല എടുക്കുക, അവർ അവരുടെ മിഷൻ പൂർത്തീകരിക്കുവാനുള്ള ആക്ഷൻ ആയിരിക്കും എടുക്കുക. എന്നാൽ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കുവാനുള്ള അഭിനിവേശം ഉണ്ടായിരിക്കണം. ഈ 4 റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഗോളും അച്ചീവ് ചെയ്യുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.